എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇസ്ലാം മത തീവ്രവാദികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അഗ്രഗണ്യനായ വ്യക്തിയാണ് എം അക്ബർ. ക്രൈസ്തവ സമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു പക്ക മത തീവ്രവാദി. ഏതാണ്ട് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു വേശ്യാപുത്രനാണ് എന്ന് പ്രസംഗിച്ച് നടന്ന ഒരു വ്യക്തി. അതായത് തനിക്ക് ലഭിക്കുന്ന സ്റ്റേജുകളിലെല്ലാം ക്രൈസ്തവ സമൂഹത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ എം അക്ബർ. ഒരു പരിധിവരെ പറഞ്ഞാൽ കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും ഇത്രമാത്രം വിഘടിപ്പിച്ചത് അകറ്റി നിർത്തിയ ഒരു വ്യക്തിയാണ്. ഏതാണ്ട് ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം കേരളത്തിൽ ഉടനീളം നടന്ന് ക്രൈസ്തവർക്കെതിരെ പ്രസംഗിച്ചു. അതിനുശേഷം ക്രൈസ്തവ സമൂഹത്തെ ഇദ്ദേഹം വെല്ലുവിളിച്ചു. പൊതുവെ ക്രൈസ്തവർ ആരോടും വഴക്കിനോ പ്രശ്നത്തിനൊന്നും പോകാറില്ല. എന്നാൽ ഈ പക്ക മത തീവ്രവാദി, ഈ വർഗീയവാദി ക്രൈസ്തവ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചു. സ്റ്റേജുകൾ കെട്ടിവെച്ച് യേശുക്രിസ്തുവിനെക്കുറിച്ച് വളരെ മോശമായി അദ്ദേഹം ചിത്രീകരിച്ച് പ്രസംഗിച്ചു. എന്നാൽ അതിന് കൃത്യമായ മറുപടി പിന്നീട് വന്ന ക്രൈസ്തവ സമൂഹം ഇദ്ദേഹത്തിന് കൊടുത്തു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ, ഏതാണ്ട് 1900-ഓളം വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ ഒന്ന് കടന്നു പോയപ്പോൾ ഒരു വീഡിയോ എന്നെ വളരെ ചിന്തിപ്പിച്ചു. ആ വീഡിയോ അദ്ദേഹം ഒരു വ്യഭിചാരത്തെ ന്യായീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് അദ്ദേഹം പറയുന്നത് ഈ കൂട്ടിക്കൊടുപ്പ് മാതാപിതാക്കൾ അറിഞ്ഞ് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ അല്ലെങ്കിൽ 10 ദിവസത്തേക്കോ തങ്ങളുടെ മകളെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പണത്തിന് വിറ്റാൽ അത് വ്യഭിചാരമല്ല എന്നാണ് പറയുന്നത്. നിങ്ങളിതൊന്ന് കേട്ടു നോക്ക്. ഇതുപോലെയുള്ള ഈ വൃത്തികെട്ടവന്മാർ നമ്മുടെ സമൂഹത്തിൽ വരുത്തി വെക്കുന്ന ദോഷം എത്ര വലുതാണ്. ഇനി അതോടൊപ്പം തന്നെ ഈ എം അക്ബറുടെ ഒരു ഇൻ്റർവ്യൂ കാണുവാനായിട്ടിടയായി തീർന്നു. കേരളത്തിലെ ഒരു പ്രമുഖ TV അവതാരകൻ ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇദ്ദേഹം നേതൃത്വം നൽകുന്ന സ്കൂളിൽ ഇവരുടെ പാഠ്യപുസ്തകത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിലുള്ളൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ എങ്ങനെ ഇസ്ലാമാക്കി തീർക്കാം എന്നത് ഒരു പാഠം തന്നെ, അതായത് ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളതൊക്കെ കേൾക്കുമ്പോൾ അന്തംപ്പെട്ടു പോകും. അതായത് മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ നടക്കുന്നത് അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളത് ആ പാഠഭാഗം കണ്ടപ്പോഴാണ് എനിക്ക് കൃത്യമായി മനസ്സിലായത്. അതായത് വളരെ പ്ലാൻ ചെയ്ത് ക്രൈസ്തവ സമൂഹത്തിലെയും ഹിന്ദു സമൂഹത്തിലെയും കുട്ടികളെ, വിദ്യാർത്ഥികളെ ബോധപൂർവം ഇസ്ലാം മതം ഇഞ്ചക്റ്റ് ചെയ്ത് അവരെ ഇവരുടെ മതത്തിലേക്ക് മാറ്റാനുള്ള പദ്ധതികൾ ഇവർ തയ്യാറാക്കി പാഠ്യപുസ്തകത്തിൽ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ കുട്ടികളെ വിടുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഇവരുടെ പിന്നിൽ ഒരു വലിയ മതപരിവർത്തന ചിന്താഗതിയുണ്ട്. അതിൻ്റെ പാഠ്യപുസ്തകങ്ങൾ വരെയുണ്ട്. ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എത്ര വലിയ പക്ക മത തീവ്രവാദിയും നാടൻ ഭാഷയിൽ പറഞ്ഞ ആഭാസനും ആണ് എന്ന് നമ്മൾ ഓർത്തു പോകും. ഇത് ഓരോ മലയാളിയും ഇത് കേൾക്കണം. വാസ്തവത്തിൽ ഇത് മറ്റുള്ള ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനി ഇത് കേൾക്കണം. എന്താണ് ഇവരുടെ ആദർശം, എന്താണ് ഇവരുടെ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവരുടെ ഈ സൂക്കേട് എന്താണ് എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാം. ഇത് കേട്ടു നോക്കാം. നമുക്കറിയാം, ദീർഘയാത്രയുടെ ആളുകളാണ് അറബികൾ.
അവര് ഉഷ്ണപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയില്ലാതെ ജീവിക്കുക എന്നത് പ്രയാസകരമാണ്. അങ്ങനെ അറബികൾ അവരുടെ യാത്രകളിൽ ഇണകളെ കൊണ്ടുപോകാൻ കഴിയാതിരുന്നാൽ ചില സ്ഥലങ്ങളിൽ അവർ തമ്പടിക്കുന്ന സമയത്ത് അവർ താൽക്കാലികമായി വിവാഹം ചെയ്യും. താൽക്കാലിക വിവാഹം എന്ന് പറഞ്ഞാൽ കേവല വ്യഭിചാരമല്ല. പെൺകുട്ടിയുടെ ഏത് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള അതിന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള വിവാഹമാണത്. വിവാഹത്തിന്റെ സവിശേഷത ഒരു കാലനിബദ്ധമായിരിക്കും ഉള്ളതാണ്. അഥവാ ഈ വിവാഹം 3 മാസത്തേക്കാണ്. ആ 3 മാസത്തേക്കുള്ള വിവാഹത്തിനുള്ള വിവാഹ മൂല്യം കൊടുക്കണം. ആ വിവാഹ മൂല്യം കൊടുക്കുമ്പോ അതിനനുസരിച്ചുള്ള ഈ 3 മാസത്തെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഇയാൾക്ക് ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദീർഘകാലം തമ്പടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി വന്ന സ്വഹാബിമാരിൽ ചിലർക്ക് സ്വാഭാവികമായും അവർ തുടർന്ന് വന്നിരുന്ന ഒരു സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് അനുവദിച്ചിരുന്നു. എങ്ങനെയുണ്ട്? ഇദ്ദേഹം പറയുന്ന വാക്കിതാണ്, അറബികൾ ഉഷ്ണപ്രദേശത്ത് താമസിക്കുന്നവരാണ്, അതുകൊണ്ട് അവർക്ക് വികാരം കൂടുതലാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കഴപ്പ് കൂടുതലാണെന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലൈംഗികതയില്ലാതെ ജീവിക്കാൻ പറ്റിയല്ല. കാരണം ഇവർ എപ്പോഴും 100 എന്നാണ് നിൽക്കുന്നത്. കാരണം ഇവർക്ക് ഒരു സ്ത്രീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. സ്ത്രീയല്ല, ലൈംഗികതയില്ലാതെ ജീവിക്കാൻ പറ്റിയല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സത്രത്തിൽ കയറി എവിടെയെങ്കിലും കിട്ടുന്ന ഒരാളെ വാടകയ്ക്കെടുക്കും. എന്നിട്ട് 1 മാസം 2 മാസം ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കും ഭോഗവസ്തുവായിട്ട്. എന്നിട്ട് കാശ് കൊടുത്ത് ഒഴിവാക്കും. അപ്പോൾ ഇതിന് മാതാപിതാക്കൾ ഈ പണത്തിന് വേണ്ടി ഈ പെൺകുട്ടികളെ കല്യാണം കഴിക്കും. അതിനാണ് ഈ അറബി കല്യാണം. മിസ്റ്റർ MM അക്ബർ, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുന്നത് കൂട്ടിക്കൊടുപ്പ് എന്നാണ്. താങ്കൾക്കറിയത്തില്ലേ? ഒന്നുകൂടെ പറയാം, കൂട്ടിക്കൊടുക്കുക എന്ന് പറയും. അതായത് സ്വന്തം പെൺമക്കളെ അപ്പനും അമ്മയും ചേർന്ന് പണത്തിന് വേണ്ടി ഒരറബിക്ക് 1 മാസത്തേക്ക് 2 മാസത്തേക്ക് കൂട്ടിക്കൊടുക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതുപോലെയുള്ള ഈ ഊളത്തരം ഇത് സമൂഹ മധ്യത്തിൽ പറയാതിരിക്കണ്ടേ? ഇത് കേൾക്കുന്നവൻ ക്രൈസ്തവനും ഹിന്ദുവും പിന്നെ ഇവരുടെ സമൂഹത്തിൽപ്പെട്ട മദ്രസയിലെ കുട്ടികളും ഒക്കെ ഉണ്ട്. ഇവരുടെ പഠിപ്പീരത ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അറബി നാട്ടിലുള്ള ആളുകൾ, അതായത് അറബികൾക്ക് വികാരം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കഴപ്പ് കൂടുതലാണ്. എന്നിട്ട് അവർക്ക് എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഈ ലൈംഗികതയില്ല ജീവിക്കില്ല. അവർക്ക് എവിടെയെങ്കിലും കയറി പൂശണം. അവർക്ക് പൂശാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ മിസ്റ്റർ MM അക്ബർ, എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, അപ്പോൾ അറബികൾക്ക് മാത്രമാണോ, അറബികളുടെ പുരുഷന്മാർക്ക് മാത്രമാണോ വികാരമുള്ളൂ? ഇവരിങ്ങനെ നാട് സഞ്ചാരികളായി തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ ഇവരുടെ ഭാര്യമാരെന്ത് ചെയ്യും? അവർക്ക് വികാരമില്ലേ? അതോ അവർക്കും ഇതുപോലെ ഭർത്താവ് പോയതിന് ശേഷം ഒരു കുഞ്ഞു കല്യാണം കഴിക്കാവോ? അതിന് കാശ് അറബികൾ കൊടുക്കുമോ അതോ ആര് കൊടുക്കും? അപ്പം സംഗതി പിടികിട്ടിയോ? അവിടുന്ന് സംഗതി ഇങ്ങനെ പോരുകയാണ്. അറബി നാട്ടിൽ നിന്ന് പോരുക. അവർ ഉഷ്ണപ്രദേശത്ത് താമസിക്കുന്നവർക്ക് അവർക്ക് വികാരം കൂടുതലാണ്. അപ്പോൾ ആ വികാരം കൂടുതലുള്ള പുരുഷന്മാർ അവിടെ നിന്ന് പോരുമ്പോൾ അവർക്ക് ഇടയ്ക്ക് വെച്ച് 1, 2, 3, 4, 5, 10 കെട്ടാം. കാശുണ്ടെങ്കിൽ അത് കാശ് കൊടുത്ത് ഒഴിവാക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാശുണ്ടെങ്കിൽ എവിടെയെങ്കിലും കയറി 4 പൂശിയിട്ട് പോകാമെന്നാണ് ഈ പുള്ളി പറയുന്നത്. അത് സാധാരണ ഈ സെക്സ് വർക്കേഴ്സായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കിപ്പോൾ അസോസിയേഷനൊക്കെ ഉണ്ട്. 1 മണിക്കൂർ നേരത്തേക്ക്, 1 ദിവസത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്കൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പ്. പക്ഷേ ഈ പരിപാടി ആരംഭിച്ചത് പണ്ട് മുതലാണ്. എപ്പോഴാണ്? അതിൻ്റെ സ്ഥാപക നേതാവിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പരിപാടി എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്കെല്ലാം പൂശാം എന്നുള്ള ഒരു പരിപാടി ആരംഭിച്ചത് ഒരു വലിയ പുള്ളിയാണ്. മനസ്സിലായോ? പുള്ളി അനുവാദം കൊടുത്തേക്കുക, നിങ്ങൾ പോകുന്ന വഴിക്ക് തട്ടിക്കോ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ ചെല്ലുന്നിടത്ത് അവിടെ താമസിക്കുക, എന്നിട്ട് 3 മാസം 2 മാസം ജീവിച്ച് കുറച്ച് കാശം കൊടുത്താൽ മതി
എന്നിട്ട് വേണമെങ്കിൽ ഒതുക്കത്തിൽ ഒരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് പൊക്കോ, കുഴപ്പമില്ല, അത് അവർ നോക്കിക്കോളും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ ചോദ്യം ഇതേ ഉള്ളൂ, ഈ പുരുഷന്മാർക്ക് മാത്രമേ ഈ വികാരമുള്ളൂ, സ്ത്രീകൾക്ക് വികാരമില്ലേ? അപ്പോൾ ഈ അറബികൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഈ യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ അറബികളുടെ ഭാര്യമാരെന്ത് ചെയ്യും? അവർക്കും വിചാരമില്ലേ? അതോ അവർക്ക് വേറെ സെറ്റപ്പ് വല്ലതും ഉണ്ടോ? അത് ഈ പുള്ളി പറയുന്നില്ല. അതും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇവരിവിടുന്ന് പോരുമ്പോൾ അവർക്ക് വേറെ വല്ല സെറ്റപ്പ് ഉണ്ടോ എന്ന് ഒന്ന് ആലോചിക്കുക. അതായത് ഇവന്മാരുടെ ഈ നാടൻ ഭാഷയെ പറഞ്ഞ ഇവന്മാരുടെ കഴപ്പ് തീർക്കാൻ വേണ്ടി ഇവർ ഉണ്ടാക്കി വെച്ച ഓരോരോ നിയമങ്ങളാണിത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അതായത് സ്ത്രീകളെ ഒരു ഭോഗ വസ്തുവായി മാത്രം സമീപിക്കുന്ന ഒരു സമീപനം. എന്താണ്? ഒരു ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടു, സ്ത്രീകൾ നമ്മുടെ വിളനിലമാണ്. എന്താണ്? സ്ത്രീകൾ നമ്മുടെ വിളനിലമാണ്, എങ്ങനെ വേണേലും കൃഷി ഇറക്കാം. അത് കൃഷി മുൻപിൽ കൂടെ ആയാലും ഇറക്കാം, പുറകിൽ കൂടെ ആയാലും ഇറക്കാം എന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധ ലൈംഗികതയും കുഴപ്പമില്ല. അവരുടെ പ്രധാനപ്പെട്ട ആളിൻ്റെ അടുത്ത് വന്ന ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് പ്രകൃതി വിരുദ്ധമായ ഒരു ലൈംഗികത ഏർപ്പെടണം, അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവ പറഞ്ഞു, സ്ത്രീകൾ നിങ്ങളുടെ വിളനിലമാണ്, അതുകൊണ്ട് നിങ്ങൾ മുമ്പിൽ കൂടെയോ പുറകിൽ കൂടെയോ എതിൽ വേണേലും ആകാം. എൻ്റെ പൊന്നു സഹോദര, ഇത് പറയുമ്പോൾ ഒരു നാണക്കേടുണ്ട്. നമ്മുടെയൊക്കെ സ്റ്റാൻഡേർഡ് വെച്ച് ഇത്തരം ഈ നാടൻ പഴി ഇത്തരം ആഭാസ വർത്തമാനം പറയാൻ കൊള്ളുകയില്ല. എങ്കിലും ഇതുപോലെയുള്ള ഈ പ്രസംഗം കേൾക്കുമ്പോൾ പ്രതികരിച്ചു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഒരു ഭോഗ വസ്തുവായി മാത്രം കണക്കാക്കുന്ന ഒരു സമൂഹം. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് മാന്യതയാണ് ഒരു സ്ത്രീക്ക് ഇവർ കൊടുക്കുന്നത്? എന്ത് മാന്യത എന്ന്. അതായത് ഒരു സ്ഥലത്ത് ചെന്നു, 3 മാസത്തേക്ക് ഒരു പെൺകുട്ടിയെ വാടകയ്ക്ക് എടുത്തു, എന്നിട്ട് കാശുണ്ടല്ലോ, കാശ് കൊടുത്തിട്ട് പോകും. അപ്പോൾ കാശുള്ളവനെ പണം കൊടുത്ത് എന്ത് പരിപാടി? ഇതിന് തന്നെയാണ് ഈ വേശ്യാവൃത്തി എന്ന് പറയുന്നത്. അതായത് പണം കൊടുത്ത് മറ്റൊരു സ്ത്രീയെ അഭയം പ്രാപിക്കുന്നതിനെയാണ് വേശ്യാവൃത്തി എന്ന് പറയുന്നത്. അതായത് സ്വന്തം ഭാര്യയല്ലാത്ത മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കി. ഇനി അതുമാത്രമല്ല, ഈ പെൺകുട്ടി 2 മാസം അല്ലെങ്കിൽ 3 മാസം ഈ ഒരു അറബീനെ കിട്ടി, അത് കഴിഞ്ഞിട്ട് ഇവരതിനെ ഉപേക്ഷിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത വർഷം വേറൊരു അറബി ഇവിടെ നിന്ന് വരും, പുള്ളിക്കും പൂശാമുട്ടി നിൽക്കുക. അപ്പോൾ പുള്ളി ഇവിടെ വരുമ്പോൾ പിന്നെ ഇതുപോലെ ഇതിനെ കാണും, വീണ്ടും ഇതിനെ കല്യാണം കഴിക്കും, അതിന് കാശ് കൊടുത്തിട്ട് പോകും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അതിപ്പോൾ ആദ്യം വന്ന അറബിയിൽ നിന്നൊരു കൊച്ചുണ്ടായി, അത് കഴിഞ്ഞ് രണ്ടാമത് വന്നതിൽ നിന്നൊരു കൊച്ചുണ്ടായി, പിന്നെ അടുത്ത വർഷം വീണ്ടും വേറെ അറബി വരും, അവനും പൂശാമുട്ടിയാണ് വരുന്നത്. അവൻ ഉഷ്ണപ്രദേശത്ത് വന്നാണ്, അവന് വികാരം പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. അവൻ വികാരം പിടിച്ച് നിർത്താൻ പറ്റാത്ത കാരണം അവൻ പൂശാമുട്ടി വരികയാണ്. അന്നേരം വീണ്ടും അവൻ കാശ് കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പണം കൊടുത്ത് പൂശാം, ഒരു കുഴപ്പമില്ല. എന്തൊരു നിയമമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇതൊന്നും വ്യഭിചാരമല്ലെന്നാണ് പുള്ളി പറയുന്നത്. ഒരു ഉസ്താദ് പറയുകയാണ്, ഇവന്മാരൊക്കെ എന്ത് മണ്ടന്മാരാണെന്ന് ഞാൻ ചില സമയത്ത് ആലോചിക്കും. ഒരു ഉസ്താദ് പറയുകയാണ്, അവരുടെ പ്രവാചകൻ, അതായത് പുള്ളി പറയാം, മുഹമ്മദ് നബി 1000 ആളുടെ കഴുത്തറക്കുന്നുണ്ടെങ്കിൽ അതൊരു കാരുണ്യമാണ്. ശരിക്കും ഞാൻ ചില സമയത്തൊക്കെ ചിന്തിച്ച് നോക്കി, ഇവനൊക്കെ തലയ്ക്ക് വെളിവില്ലാത്തവന്മാരാണോ ഇവന്മാരെ? അല്ലെങ്കിൽ ഇവർക്ക് ഈ ബുദ്ധി, ബോധം, വകതിരിവ്, വിവേകം എന്ന് പറയുന്ന ഈ ബ്രെയിനിൻ്റെ ഈ പ്രദേശമൊക്കെ അടിച്ചു പോയതാണോ എന്ന് ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു 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 മന്ദബുദ്ധി പോലും ഈ സൈസ് വർത്താനം പറയുകയല്ല. 1000 പേരുടെ തല ഇറക്കുന്നത് അത് കാരുണ്യമാണ്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് പറഞ്ഞേ, ഒരു മന്ദബുദ്ധി പോലും ഇത്തരം ഒരു വർത്താനം പറയല്ല. അപ്പോൾ ഒരു മന്ദബുദ്ധിയെക്കാളും തരം താഴ്ന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇമാരുടെ ഈ സെൻസ് ഉണ്ടല്ലോ, ഈ ബുദ്ധി, വിവേകം, ഇതുപോലുള്ള കാര്യങ്ങൾ, ലൈംഗികത മാത്രമേ ഉള്ളൂ തലച്ചോറിൻ്റെ അകത്ത് മുഴുവൻ. എന്നിട്ട് ഉസ്താദ് ഈ MM അക്ബറിന് കമ്പിക്കഥ പറയുകയാണ്. കമ്പിക്കഥ പറയാൻ ഇവരുടെ ഉസ്താദുമാരെ അത്ര മിടുക്കന്മാർ വേറെ ആരുമില്ല. എന്തെല്ലാമാ പറയുന്നതെന്നറിയോ? അതായത് ഈ യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ കഥകൾ, കമ്പിക്കഥകൾ കേൾക്കാനേ ഉള്ളൂ. അത് എന്തെല്ലാമാ പറയുന്നത്? ഇതാരാ കേൾക്കുന്നത്? ഇവരുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ ആളുകൾ,
മറ്റുള്ള മതത്തിൽപ്പെട്ടവർ ഇതെല്ലാം കേട്ടിട്ട് ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ആളുകൾ ഷെയർ ചെയ്ത് വിട്ടേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇങ്ങനെയുള്ള സംസ്കാര ശൂന്യന്മാരായ ബുദ്ധി മരവിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് മനുഷ്യൻ ഗുഹകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അന്ന് വസ്ത്രം ധരിക്കാതെ ഗുഹയിൽ താമസിച്ചിരുന്ന ആളുകൾ അത്രയും പോലും ഒരു സംസ്കാരമോ ലോകം ഇത്രയും പുരോഗമിച്ചിട്ടും ഒരു സംസ്കാരമോ ഒരു മാന്യതയോ ഒരു മര്യാദയോ ഇല്ലാത്ത ചില വ്യക്തികളാണ് ഇതൊക്കെ. ഒന്ന് ആലോചിച്ച് യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് ലൈംഗികമായ ചോദനകളെ അടക്കി വെക്കാൻ കഴിയാത്ത സാഹചര്യം അവർ മാന്യമായി തന്നെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയും അത് ആ സ്ഥലത്തുള്ള ഒരു പെൺകുട്ടിയാവുകയും ആ പെൺകുട്ടിയെ ഇത്ര കാലത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാഹം നിലനിൽക്കുകയും ആ കാലം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി ആ വിവാഹം സ്വാഭാവികമായില്ല. ഇതൊക്കെയാണ് ഇവരുടെ കഥകൾ. നമ്മളിത് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ മിസ്റ്റർ എം അക്ബർ പുരുഷന് മാത്രമല്ല വികാരമുള്ളത്, സ്ത്രീകൾക്കും വികാരമുണ്ട്. സ്ത്രീകളെ പരിഗണിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു മാന്യതയും കൊടുക്കാതെ അവരെ ഒരു പർദ്ദയ്ക്കകത്ത് മൂടി കണ്ണ് പോലും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടു നടക്കുക, അത് അവരുടെ മതത്തിൽപ്പെട്ട കാര്യം. പക്ഷേ ഇത് സമൂഹത്തിൽ എത്രമാത്രം ദോഷമുണ്ടാക്കുന്നു. ഇറാനിലെ സ്ത്രീകൾ ഹിജാബ് എല്ലാം വലിച്ച് എറിഞ്ഞ് പള്ളേക്കളഞ്ഞു, അത് കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. ഇനി മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഇതെല്ലാം ആളുകൾ വലിച്ചെറിയും. അതായത് കഴിഞ്ഞ ദിവസം പാസ്റ്റർ ഷിബു പീഡിയക്കലിൻ്റെ ഒരു വീഡിയോ കണ്ടു, അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പ്രാകൃത മതം ഇത് മനുഷ്യന് വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ ഇതില്ലാതെ പോകും. അതുകൊണ്ട് മനുഷ്യന് വിദ്യാഭ്യാസം കൊടുക്കരുത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത് എന്നുള്ള ചിന്താഗതി പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് താലിബാൻ. അപ്പോൾ സമൂഹത്തിൽ വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ മനുഷ്യന് മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇതുപോലെയുള്ള ഈ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം മനുഷ്യൻ എടുത്തെറിഞ്ഞ് കളയും. അതുകൊണ്ട് മനുഷ്യന് വിവേകവും പരിജ്ഞാനവും ബുദ്ധിയുള്ളവർ. ഇപ്പോൾ ഹിജാബ് വിവാദം ആ പെൺകുട്ടി വേറെ സ്കൂളിൽ പോയി പുള്ളി പറയാണ്, ഇപ്പോഴാണ് ഞങ്ങൾ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച് പോകുന്നത്, ഇതുവരെ ഞങ്ങൾക്ക് അന്തസ്സില്ലായിരുന്നു, ഇന്നലെയാണ് അന്തസ്സ് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ മനുഷ്യനെ ഇതുപോലെയുള്ള ഈ പ്രാകൃതപരമായ നിയമങ്ങളിൽ കുരുക്കി അവൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും ഇച്ഛകളെല്ലാം മൂടി, അതായത് സമൂഹത്തിലൊരു രണ്ടാംകിട പൗരനായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ ഇത് വേറൊരു ചെറുപ്പക്കാരെ ഷെയർ ചെയ്ത് വിട്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ അപ്പോൾ ഇങ്ങനെ പരക്കുകയാണ്. ഈ ഹിജാബ് വിവാദം വന്നതിന് ശേഷമാണ് ഇവരുടെ ഈ കലാപരിപാടികൾ ആളുകൾ കൂടുതൽ ഷെയർ ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഹിജാബ് വിവാദം ഒരു ചെറിയ പ്രശ്നമാണ്. അതോടുകൂടി ഇവരുടെ ഈ കഥകൾ, ഇവരുടെ ഉസ്താദ്മാരുടെ ഇവരുടെ ഇതുപോലുള്ള കഥകൾ, ഇവരുടെ പീഡനങ്ങൾ എല്ലാം ലോകം അറിയാൻ തുടങ്ങി. ഒന്ന് ആലോചിക്കും. അപ്പോൾ ഇദ്ദേഹം പറയാണ്, എന്ന് ഒന്നുകൂടെ കേൾപ്പിക്കുക, ഇദ്ദേഹം പറയാണ് ഇത് വ്യഭിചാരമല്ല. ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം, ദീർഘയാത്രയുടെ ആളുകളാണ് അറബികൾ. അവര് ഉഷ്ണപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയില്ലാതെ ജീവിക്കുക എന്നത് പ്രയാസകരമാണ്. അങ്ങനെ അറബികൾ അവരുടെ യാത്രകളിൽ ഇണകളെ കൊണ്ടുപോകാൻ കഴിയാതിരുന്നാൽ ചില സ്ഥലങ്ങളിൽ അവർ തമ്പടിക്കുന്ന സമയത്ത് അവർ താൽക്കാലികമായി വിവാഹം ചെയ്യും. അപ്പൊ എനിക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ള, ഈ മദ്രസയിൽ ഈ ഏറ്റവും കൂടുതൽ ഈ പ്രകൃതി ലൈംഗികതയ്ക്ക് കുട്ടികളെ ഇരയാക്കുന്ന ഈ മദ്രസ അധ്യാപകർ, ഇവർക്ക് എന്താ കുഴപ്പം? അവർക്ക് ഭാര്യ ഉണ്ടല്ലോ നിലവിൽ. അവരുടെ അവസ്ഥ എന്താണ്? മദ്രസ അധ്യാപകർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് തന്നെയുണ്ട്. അത് തുറന്നാൽ ഈ മദ്രസയിലെ അധ്യാപകർ കുട്ടികളെ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് ഉപയോഗിച്ചതിൻ്റെ കഥകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഭാര്യ ഉണ്ടല്ലോ, ഒരു ഭാര്യയല്ല, 1, 2, 3, 4 കല്യാണം കഴിക്കാം, എന്നിട്ടും വികാരം തിരുന്നില്ലേ?
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ 4 കെട്ടിയാലും വികാരം തീരില്ല, പിന്നെയും ഈ കുട്ടികളെ പീഡിപ്പിക്കും, പ്രകൃതി വിരുദ്ധമായാലേ. നമ്മളിത് ആദ്യം മനസ്സിലാക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. അതോടൊപ്പം തന്നെ അവർക്ക് ദൈവം അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കണം. സ്ത്രീകളെ അടിമകളാക്കി വെച്ച് അവരെ ഒരു ഭോഗ വസ്തുവായി മാത്രം ഉപയോഗിക്കുന്ന ഒരു സമീപനം തെറ്റാണ്. കാലാകാലങ്ങളിൽ, അതായത് ഈ ഓഷോ, ആചാര്യ രജനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി പുരുഷൻ എന്നും സ്ത്രീ എന്നും 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ വേണ്ടേ ഈ സ്ത്രീ എന്നൊരു പറഞ്ഞ പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്. വേണ്ടേ ഈ സ്ത്രീ, പുരുഷൻ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. MM അക്ബർ സമയം കിട്ടിയാൽ ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ ഒന്ന് മേടിച്ച് വായിക്കണം. എന്നിട്ട് എന്താണ് ഒരു സ്ത്രീ, അവരുടെ മനസ്സെന്താണ്, അവരുടെ വികാരം എന്താണ്, അവരുടെ വിചാരം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ കോമൺ സെൻസ് വേണം. അല്ലാതെ സ്ത്രീകളെ ഒരു അതായത് ഈ പുസ്തകത്തിൽ പറയുന്നതെന്നറിയോ, പുരുഷൻ കാലാകാലങ്ങളിൽ സ്ത്രീകളെ അടിമകളാക്കുവാണ്. എന്താ കാരണം എന്നറിയോ? പുരുഷന് സ്ത്രീയെ പേടിയാണ്. സത്യമാണ്. പുരുഷന്മാർക്ക് സ്ത്രീകളെ ഭയമാണ്. എന്താണ്? ഇവരുടെ ഈ കസ്റ്റഡിയിൽ നിൽക്കാതെ ചാടിപ്പോകുമോ എന്നുള്ള ഭയമാണ് എല്ലാ പുരുഷന്മാരുടെയും. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ അല്ല. കാലാകാലങ്ങളായി പേശിബലം കൊണ്ട് അവന് ശക്തി കൂടുതലാണ്. പക്ഷേ ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും പരിജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും കാര്യപ്രാപ്തി കൊണ്ടും സ്ത്രീയാണ് മുൻപിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കാലാകാലങ്ങളിൽ സ്ത്രീയുടെ കഴിവുകളെ അംഗീകരിക്കാതെ അവരെ ചൂഷണം ചെയ്ത് ജീവിച്ചു പോകുന്നതാണ് ഒരു സമൂഹം. നിങ്ങളിപ്പോൾ പറയും ഇന്ത്യയിലെ ഉരുക്കു വനിതയാണ് ഇന്ദിരാഗാന്ധി. കണ്ടോ, ഒരു വനിതയാണെന്ന് ഓർക്കണം. അതുപോലെ ബംഗ്ലാദേശിൻ്റെ ഷെയ്ഖ് ഹസീന. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. പക്ഷേ കാലാകാലങ്ങളിൽ പുരുഷ മേധാവിത്വം സ്ത്രീകളെ അടിമകളാക്കുകയാണ്. സ്ത്രീകൾ വെറും ഭോഗവസ്തുക്കളാണെന്നും അവർ കുട്ടികളെ പ്രസവിക്കാനുള്ളവരാണ് എന്നും മാത്രമുള്ള ധാരണ മനുഷ്യൻ കാലാകാലങ്ങളായി കൊണ്ടുവരികയാണ്. എന്നാൽ ആ സ്ത്രീകൾക്ക് സമൂഹത്തിൽ മാന്യതയുണ്ട്, സമൂഹത്തിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു. അവർ സ്ത്രീകളെ ഉത്സാഹിപ്പിച്ചു, പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ സ്ത്രീകൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ അയൽക്കൂട്ടം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ. അതുമാത്രമല്ല പല മേഖലകളിലും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ്റും മറ്റ് പല സംഘടനകളും പരിശ്രമിക്കുമ്പോൾ, ഇതുപോലെ ഈ MM അക്ബറെ പോലെയുള്ള ഈ പക്കാ ഇസ്ലാമിക മത തീവ്രവാദി വർഗീയവാദി സ്ത്രീകളെ എങ്ങനെ ചൂഷണം ചെയ്യാം, അവരെ എങ്ങനെ ലൈംഗികമായി ഉപയോഗിക്കാം, അവരെ എങ്ങനെ ഭോഗവസ്തുവായി മാത്രം കാണാം എന്ന് പഠിപ്പിക്കുന്ന ഒരു സമീപനമാണ്. ഇത് തെറ്റാണ്. ഇതുപോലെയുള്ള ഈ പൊട്ടന്മാരെന്നും പറയുന്നത് കേട്ട് നമ്മുടെ ആയുസ് പാഴാക്കരുത്. ഇതൊക്കെ ഈ ചെവി കൊടുക്കട്ടെ, ഈ ചെവിടെ കളണം. പിന്നെ എന്ത് പറഞ്ഞാലും മതത്തിൻ്റെ അന്ധതയുടെ അകത്ത് മാത്രം താമസിക്കുന്ന കുറേ കിഴങ്ങന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരെ നമുക്ക് തിരുത്താനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് മനുഷ്യനായി ചിന്തിക്കൂ. ഇതുപോലെയുള്ള ഈ ആഭാസന്മാരെയൊക്കെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തൂ. അങ്ങനെ അകറ്റി നിർത്താലേ നമ്മുടെ സമൂഹത്തിന് ഒരു